ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ SSLC 2024 മെയിൻ എക്സാം നമ്മളെ മുറ്റത്തെത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് ആയിട്ടും അതേപോലെ നമ്മൾ കാണുന്ന സമയത്ത് പല സ്കൂളുകളിൽ പോകുന്ന സമയത്ത് കാണുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇനി പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടുമോ, അല്ലെങ്കിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. പണ്ട് എവിടുന്നോ കേട്ടൊരു സ്റ്റോറിയാണ്, എവിടുന്നൊന്നും ഓർമ്മയില്ല, ചെറിയൊരു സ്റ്റോറി. ഒരു സ്ഥലത്ത് ഒരു ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നിക്കൊണ്ടേക്കായിരിക്കും. അങ്ങനെ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു വഴിപോക്കൻ പോവാണ്. അപ്പോൾ ഈ വഴിപോക്കൻ ചെരുപ്പ് കുത്തിയോട് ചോദിക്കുകയാണ്, ഇവിടുന്ന് എത്ര സമയം നടന്നാലാണ് അടുത്ത ടൗണിലേക്ക് എത്തുക എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മളെ ചെരുപ്പ് കുത്തി ഇയാൾ ചോദിക്കുന്നത് കേൾക്കാത്ത വിധത്തിൽ ചെരുപ്പ് തുന്നിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഈ വഴിപോക്കനൊരു സംശയം, ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇയാൾ കേൾക്കാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയം വന്നു. അപ്പോൾ നമ്മളെ വഴിപോക്കൻ കുറച്ചുകൂടി ശബ്ദത്തിൽ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഇവിടുന്ന് അടുത്ത ടൗണിലേക്ക് എത്താൻ എത്ര സമയം വേണം എന്ന് കുറച്ചുകൂടി ശബ്ദത്തിൽ ചോദിക്കുകയാണ്. പക്ഷേ ആ സമയത്തും നമ്മളെ ചെരുപ്പ് കുത്തി ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെരുപ്പ് തുന്നിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ചെരുപ്പ് കുത്തിനോട് ആർക്ക് ദേഷ്യം വരികയാണ്? നമ്മുടെ വഴിപോക്കിന് ദേഷ്യം വരികയാണ്. അങ്ങനെ ഇയാളെ ശപിച്ചുകൊണ്ട് ഇയാളോടുള്ള ദേഷ്യമൊക്കെ മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ഇയാൾ നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഇയാളൊരു 5-10 സ്റ്റെപ്പ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ചെരുപ്പ് കുത്തി പറയാണ്, ഹലോ ഒന്നും കൂടി വരുമോ, നിങ്ങൾ അടുത്ത ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നടക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മളെ ഈ ഒരു വഴിപോക്കൻ ആകെ ഞെട്ടി, ആകെ അത്ഭുതപ്പെടുകയാണ്. കാരണം 10 മിനിറ്റ് എന്ന് പറഞ്ഞ സമയമാണ് ഇയാൾ പറഞ്ഞത്. ഇതുവരെ ഇത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് ഇയാൾ പറയുന്നില്ല. പെട്ടെന്ന് ഇയാൾ ഈ ഒരു 10 മിനിറ്റ് എന്നുള്ള സമയം പറയുന്ന സമയത്ത് ഇയാൾ ആകെ ഞെട്ടുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇതെന്തായാലും ഒന്ന് ചോദിക്കണം എന്നുള്ള ലെവലിൽ ഇയാൾ തിരിച്ചു വന്നിട്ട് ചെരുപ്പ് കുത്തിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് നേരത്തെ ഞാൻ ചോദിച്ച സമയത്ത് ഇതിന് മറുപടി പറയാഞ്ഞത്? പെട്ടെന്ന് നിങ്ങൾ എന്താ പറയാനുള്ള കാരണം എന്ന്. അപ്പോൾ നമ്മളെ ചെരുപ്പ് കുത്തി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നിങ്ങൾ എത്ര വേഗത്തിലാണ് നടക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്ര സമയം കൊണ്ട് അടുത്ത ടൗണിലേക്ക് എത്തൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ എത്ര വേഗത്തിലാണ് നടക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്ത ടൗണിലേക്ക് എത്ര സമയം കൊണ്ട് എത്തൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന്. മക്കളെ, ഇതേ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ A+ഉം നിങ്ങളുടെ ഫുൾ മാർക്കും എല്ലാം ഉണ്ടാവുക. ഓക്കെ, ഈ തവണത്തെ SSLC എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകൻ ടീമിന്റെ വിജയാശംസകൾ നേരണം മക്കളെ. താങ്ക് യു, ബൈ.